കഴിഞ്ഞു കൊടുക്കണം. എന്താ കാട്ടിയെന്ന് കാണിക്കണല്ലോ. ആ നിങ്ങൾ എവിടെ പോയതാ? കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? ഞാൻ കേറി വന്നത് കണ്ടില്ലേ? നിങ്ങൾ ഇത്ര സമയം വരെ എവിടെയായിരുന്നു? നിന്റെ ഇവിടെ എടുത്ത് വെച്ച പൈസ ഉണ്ടായിരുന്നു, ചീട്ടടിക്കാൻ പോയതാ? ഞാൻ പൈസ നിർത്തില്ല. ആരാ പറഞ്ഞേ? പിന്നെ എന്റെ പൈസ കാണുന്നില്ലല്ലോ. ഞാൻ പൈസ നിർത്തില്ല, അത് എനിക്കറിയില്ല. പിന്നെ ഉപ്പച്ചി എന്തിനാ ഉമ്മാന്റെ ബാഗ് തപ്പിയത്? വിക്സ് തരുന്നതാ. അതിന് പാപ്പ വിക്സ് ബാഗിലല്ലല്ലോ, മേശന്റെ വലുപ്പിലാണല്ലോ. മരുന്ന് വാങ്ങാൻ വെച്ച പൈസ ആണല്ലോ റബ്ബേ, എന്താ ഞാൻ ചെയ്യാ? എനിക്ക് ഇനി മരുന്ന് വാങ്ങണ്ടേ? ഷുഗറും പ്രഷറും എല്ലാം ഇല്ല ആളല്ലേ ഞാൻ. എന്തിനാ ഇങ്ങനെ എടുത്തിട്ടാ പൈസ എല്ലാം മുടിപ്പിച്ച് കളഞ്ഞത്? ഇതിന് കളഞ്ഞു. ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ പൈസ എടുത്ത് നശിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കി വെച്ച എന്തിനാ? ഇങ്ങനെയാണ്. ആരാ നോക്ക്? ഹലോ. ആ മൊയ്തീന്റെ പുറത്തു പോയതാ. അല്ല എന്താ പ്രശ്നം? പ്രശ്നം എന്താ? ഞാൻ മരുന്ന് വാങ്ങാൻ വെച്ച പൈസ കൊണ്ട് ചീട്ട് അടിച്ചിട്ട് പോയിക്കും. എനിക്ക് മരുന്ന് വാങ്ങണ്ട, എനിക്ക് ഷുഗർ ഇല്ല ആളല്ലേ. ഞാൻ ആ പൈസയും കൊണ്ടാ പോയത്. ഞാൻ പറയുന്നത് കേട്ടു. കാരണം ചീട്ട് കളിച്ച് പൈസ കിട്ടിയത് എനിക്കാണ്. അപ്പോ പറയുന്നത് കേട്ടു. കാരണം നിങ്ങളെ വിഷമം മനസ്സിലാവുന്നുണ്ട്. ഞാനിരിക്കാം. പിന്നെ എന്നോട് പറഞ്ഞു ഓനോട് പറയണ കേട്ടു. കാരണം ഈ അങ്ങനൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ പിന്നെ ധാരാളിത്തം കൊണ്ടാണ് ഞാൻ ഈ ചീട്ട് കളിക്കാൻ പോണത്. പിന്നെ അവൻ്റെ പൈസ കൊണ്ട് ചീട്ട് കളിച്ചിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അവിടെ പറയണ കേട്ട് ഞാൻ മരുന്ന് വാങ്ങാൻ വെച്ച പൈസ അത് പെണ്ണുങ്ങൾക്കുള്ള അത് എടുത്തൊന്ന് കളിച്ച് പോയിടാ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ അവൻ്റെ പിന്നാലെ പറഞ്ഞാ പോയെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അവൻ്റെ വീട് തന്നെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ താത്ത ഞാൻ ഇതാ പൈസ ഇതാ എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചതാ. ഈ പൈസ എനിക്ക് വേണ്ട. ഈ പൈസ വാങ്ങി നമുക്ക് ആയ പൈസ ഉണ്ട്. അതുകൊണ്ട് ഈ പൈസയും കൊണ്ട് എനിക്ക് മരുന്ന് വാങ്ങി എൻ്റെ ശരീരത്തിൽ പിടിക്കൂല. അതുകൊണ്ട് എനിക്ക് പൈസ വേണ്ട. നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളെ വീട്ടിൽ എന്താ വേണ്ടത് നിങ്ങൾ വാങ്ങിക്കൊടുക്കും. അത് എൻ്റെ ആളും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ എടുത്തുവെച്ച പൈസ അല്ല കൊണ്ടുപോയിട്ട് ചീട്ടടിച്ച് നശിപ്പിച്ചത്. എന്തിൻ്റെ ആവശ്യം അതൊക്കെ? ഞാൻ അത്രയും വയ്യാത്തൊരു മനുഷ്യനാണ്, സുഖമില്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ട. ഈ പൈസ എനിക്ക് ഹറാമാണ്. ഈ പൈസയും കൊണ്ട് എനിക്ക് ചീട്ടടിച്ച പൈസയും കൊണ്ട് മരുന്ന് വാങ്ങാൻ പാടില്ല. അതുകൊണ്ട് വേണ്ട. ഞങ്ങള് ഒരുമിച്ച് കളിക്കുന്നതാണ്. അപ്പൊ ഇവൻ വന്ന് കുത്തുന്ന് കളിച്ചു. പക്ഷെ എന്റെ പൈസയും പോകാറുണ്ട്, അവന്റെ പൈസയും പോകാറുണ്ട്. ഇന്ന് അവന്റെ പൈസയാണ് പോയത്. 1500 റുപ്യ പോയിട്ട് എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. മരുന്ന് വാങ്ങാനുള്ള പൈസ ആയിക്കോട്ടെ, എനിക്ക് വേണ്ട. മോൻ കൊണ്ട് ആരിക്കച്ച കൊടുത്തോ. വിളിക്കും എനിക്കും ഇല്ല ഉമ്മയും പാപ്പയും. അപ്പൊ ഈ അവസ്ഥ അവർക്കും വരാൻ പാടില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പോയിക്കോ. എനിക്ക് ഇത്രയാണ് പറയാൻ. അതുകൊണ്ട് പോകാണ്ടിരുന്നാ നല്ലത് നിങ്ങൾക്ക്. ഈ പൈസ മേടിക്കോ? വേണ്ട, എനിക്ക് വേണ്ട. നമുക്ക് വേണ്ട, എനിക്ക് വേണ്ടായിട്ടാണ്. വേണ്ട. ഇവര് ഇതിനാല് പഠിക്കണം. അതുകൊണ്ട് എനിക്ക് വേണ്ട. എനിക്ക് അസുഖം ഞാൻ എന്തേലും കാട്ടിക്കോളും, അല്ലെങ്കിൽ മരിക്കും. എന്നാലും കുഴപ്പമില്ല. ഉപദേശം കൊണ്ട് ഞാൻ ചീട്ടൽ നിർത്തി. നിർത്തണം. ഇനി ഇങ്ങനത്തെ അവസ്ഥ ആർക്കും വരാൻ പാടില്ല. പോയിക്കോളി, എനിക്ക് വേണ്ട. ഞാൻ ഇത് പറയാൻ പറഞ്ഞ ഈ കുടുംബം ചേച്ചിമാരും ഉപ്പമാരും അമ്മമാരും എല്ലാവരും ഇത് കാണേണ്ട അതാണ്. കള്ളുകൂടി ചീട്ടുകളി, ഈ പൈസ കൊണ്ട് ഈ ചീട്ടുകളി കള്ളും കൊണ്ട് ഇങ്ങനെ പോകാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഇത് ഏറ്റവും നമുക്ക് ഉപകാരപ്പെട്ടതാണ്. നിർത്തിയ കുടുംബം നന്നാവും, എല്ലാവരുടെ കുടുംബം നന്നാവണം. അതാണ് നമുക്ക് വേണ്ടത്. ഇതിനാൽ എല്ലാവരും നന്നായി കാണണം. ഇത്രേ ഉള്ളൂ. പിന്നെ മക്കളെ, ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം. കുഞ്ഞാമിത്താത്ത നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാല്, ലഹരി എന്ന് പറഞ്ഞാല് മദ്യം, മയക്കുമരുന്ന്, ഹാഷിഷ്, ബ്രൗൺ ഷുഗർ,
നമുക്കറിയാത്ത ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു സംഗതിക്കും പോന്ന മക്കളെ, നിങ്ങളെ ഉമ്മാനെയും ഉപ്പാനെയും അച്ഛനെയും അമ്മയെയും എല്ലാവരെയും നിങ്ങൾ സൂക്ഷിക്കണം. സൂക്ഷിച്ച് അങ്ങനെ ഇപ്പൊ കണ്ടില്ലേ നിങ്ങള് ഈ മരുന്ന് വാങ്ങാൻ വെച്ച പൈസ കൊണ്ടാണ് ചീട്ട് കളിക്കാൻ പോയത്. അപ്പൊ അതുകൊണ്ട് പോയി മക്കളാരും ഈ പരിപാടിക്ക് ഒന്നും പോയിട്ട് എന്റെ മക്കളാണ് നിങ്ങള്, കുഞ്ഞാമിതാത്തന്റെ മക്കളാണ് നിങ്ങള്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു പരിപാടിക്കും ലഹരി പദാർത്ഥം ഒന്നും, എല്ലാം ലഹരി നമുക്ക് വേണ്ട, വലിച്ചെറിയാം. അത്രയും നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ട് നമ്മൾ പറയാം, ഒരു മക്കളും പോകരുത്. അതുകൊണ്ട് ലഹരി വേണ്ടേ വേണ്ട മക്കളെ. ലഹരി ശരീരത്തിന് ഹാനികരമാണ് മക്കളെ. നമ്മുടെ ഹാർട്ടും പോവും, ശരീരവും പോവും, മൊത്തം പോവും. എല്ലാരും സൂക്ഷിക്കുക. ഓക്കെ, ബൈ ബൈ.